ഹലോ, ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചടങ്ങ് മുടി മുറിക്കലാണ്. കാരണം നമ്മൾ വെക്കേഷനൊക്കെ മുടി വളർന്നോട്ടെ എന്ന് വെക്കുമല്ലോ. കാരണം എപ്പോഴും അങ്ങനെ വളർത്തി വെക്കാൻ പറ്റില്ലല്ലോ സ്കൂൾ സമയത്തൊന്നും. അപ്പോൾ ഇവിടെ ഒത്തിരി ഷോർട്ടാക്കണം കേട്ടോ. നന്നായി ഷോർട്ടാക്കി ട്രിമ്മാക്കി വയ്ക്കണം. മുടി ഒട്ടും തന്നെ നീളം പാടില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഇവിടെ റെയിനി സീസണിൽ സാൻഡൽസാണ് സ്കൂളിൽ പതിവ്. അപ്പോൾ അവൻ്റെ കഴിഞ്ഞ കുറച്ച് സാൻഡൽസൊക്കെ കേടുവന്നു. റെയിനി സീസൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മഴ ഇതുവരെ വന്നിട്ടേ ഇല്ല. ഒന്ന് തൂളി പോലും പോയിട്ടില്ല. അത്ര ചൂടാണ്. പക്ഷേ എന്നാലും റെയിനി സീസൺ മന്ത് അല്ല. അത് കാരണം പിന്നെ സാൻഡൽസ് മേടിച്ചിട്ട് പുറത്തിറങ്ങി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് തന്നെ തൊട്ടെന്ന് വെച്ചാൽ അത്ര തൊട്ടല്ല, കുറച്ച് അടുത്ത് തന്നെ ഉള്ളൊരു കടയാട്ട. സ്ഥിരം ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ചെരുപ്പുകളൊക്കെ മേടിക്കാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ ബോട്ടിൽ അവൻ കാണാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഒരു സ്റ്റോക്ക് ബോട്ടിൽ ഇരുന്നായിരുന്നു. അവൻ്റെ മാമൻ അവന് കൊടുത്തതാണ് ഒരു പുതിയ ബോട്ടിൽ. പക്ഷേ അത് ഞാൻ എവിടെ വെച്ചു എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലോകം മൊത്തം തപ്പി. അത് സത്യത്തിൽ അവൻ കാണാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചു വെച്ചതാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അതന്നെ കൊണ്ടുപോകണം അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ വാശി പിടിക്കുക. അതുകാരണം പിന്നെ ഞാനത് ഒളിച്ചു വെച്ചു. പക്ഷെ ഇപ്പോൾ ഒളിച്ചു വെച്ച സാധനം എവിടെയാണ് ഒളിച്ചു വെച്ചെന്ന് ഒളിച്ചു വെച്ച ആൾക്കെന്നെ ഓർമ്മയില്ല. അപ്പോൾ പിന്നെ നിവൃത്തിയില്ലാണ്ടായി. പിന്നെ ഗോതമ്പ് പൊടിക്കാണ്ടായിരുന്നു കേട്ടാ. സ്കൂളൊക്കെ തുടങ്ങിയില്ല. ഇനി റെഗുലർലി ചപ്പാത്തിയൊക്കെ കൊടുത്തയക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് പൊടിപ്പിച്ചു. ഇത് ഉണ്ണിയുടെ പുതിയ ബാഗാണ് കേട്ടോ. ഉണ്ണീൻ്റെ അച്ചാച്ചൻ കൊടുത്ത ബാഗാണ്. അവന് സത്യത്തിൽ ഇത് പുറകെ ഇരിക്കുന്ന ആ ബാഗ് ഉണ്ട്. അത് അവൻ 2 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ്. അതിന് ഇത്ര വലിയ കേടുപാടൊന്നുമില്ല. പക്ഷെ കുട്ടി ബാഗ് വേണമെന്ന് അച്ചാച്ചനോട് പറഞ്ഞപ്പോൾ അച്ചാച്ചൻ മേടിച്ചു കൊടുത്തിട്ടോ കുട്ടിക്ക്. അപ്പോൾ പിന്നെ പുതിയ ബാഗ് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കൊണ്ടുപോകാൻ. ഇത് ഉണ്ണിയുടെ ഷെൽഫാട്ടാ. മൊത്തം അലങ്കോലായിട്ട് ഇരിക്കുന്നത്. അതൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാ അതാ ഓർഗനൈസ് ചെയ്തിട്ടോ ഞാൻ. അപ്പോൾ ഈ കുട്ടി കുട്ടി സാധനങ്ങളാണല്ലോ ഈ പിള്ളേർക്ക് ഉണ്ടാവുക. ഈ ഇറേസേഴ്സും ഷോർപ്നേഴ്സും അപ്പോൾ പിന്നെ പെൻസിൽസ് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ ഷെൽഫൊന്ന് സെറ്റായി. ഇതിൽ തന്നെ അവൻ്റെ ബുക്സും സ്റ്റേഷനറിയും ബുക്ക് കവർ ചെയ്യാനുള്ള കവേഴ്സും എക്സ്ട്രാ ബുക്സും ഒക്കെ ഇതിൽ തന്നെ വെക്കാം കേട്ടോ. ഇത് അടുത്ത ദിവസമായി സ്കൂളിൽ പോകേണ്ട ദിവസമായി. ടിഫിനിൽ അവന് ബിടി ഇഡ്ഡലിയും സാമ്പാറും പിന്നെ കാജു കത്ലിയും കുറച്ച് കാജുവാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സെപ്പറേറ്റ് 2 ടിഫിൻ ഉള്ള ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. കാരണം ഹാഫ് ഡേ സ്കൂളുള്ളൂ. അപ്പോൾ പിന്നെ സിംഗിൾ ടിഫിൻ മതി അവർക്ക്. ഈ ബോട്ടിൽ പിന്നെ അവസാനം ഞാൻ മേടിച്ചു കൂട്ടാ. കാരണം ഇരുന്നിരുന്ന ബോട്ടിലേക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല ഇത്തിരി വലിയ ബോട്ടിൽ കൊടുത്തേക്കണമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അത് കാരണം ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലുള്ള ബോട്ടിൽ ഞാൻ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ലേബിൾ ചെയ്യാണ് കേട്ടോ. ലേബിൾ ചെയ്യൽ മാൻഡേറ്ററി ആണ്, മിസ്സായി പോകാണ്ടിരിക്കാൻ. പിന്നെ ഒത്തിരി പിള്ളേരുടെ സിമിലർ സാധനങ്ങളും ഉണ്ടാവുമല്ലോ. അത് കാരണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്കറിയാം ഒത്തിരി തെറ്റുകുറ്റങ്ങളുണ്ടാവും. കാരണം ഞാൻ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ബോട്ടിൽ ലേബിൾ ചെയ്തു. അതുമാതിരി ടിഫിനും ലേബിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ടിഫിൻ ഓൾറെഡി ലേബിൾഡാണ്. പക്ഷേ ക്ലാസ് മാറിയില്ല. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പിന്നെ ഒന്ന് ഫ്രഷ്ലി ലേബിളൊന്ന് പുതുക്കി എഴുതിയെന്നുള്ളൂ. കാരണം നമ്മൾ വാഷൊക്കെ ചെയ്യുമ്പോൾ അത് ഡല്ലായി പോകുമല്ലോ പേര്. അത് കാരണം അത് കഴിഞ്ഞ് സത്യത്തിൽ ഇത് അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ മെയ്യിൽ അവൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് അവസാനിച്ച് പിന്നെ ഏപ്രിലിൽ തന്നെ സെക്കൻഡിൻ്റെ ക്ലാസ് തുടങ്ങും കേട്ടോ. അത് മെയിലല്ല, തെറ്റിപ്പോയി, മാർച്ചിൽ ക്ലാസ് കഴിഞ്ഞ് ഏപ്രിലിൽ തന്നെ നെക്സ്റ്റ് അക്കാഡമിക് സെഷൻ തുടങ്ങും. അത് കഴിഞ്ഞ് മെയ്യിൽ വെക്കേഷൻ കിട്ടി. പിന്നെ ജൂണിൽ തുടങ്ങുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സത്യത്തിൽ അവൻ്റെ ഫസ്റ്റ് ഡേ സ്കൂൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ ഒരു 30 ഡേയ്സിൻ്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പോണതല്ല. അപ്പോൾ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് തന്നെ പറയാം. അവൻ കൊച്ച് ആമ്പട്ടീനൊക്കെ തൊഴുത് ഇറങ്ങിയിട്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ അവനെ കൊണ്ടാക്കലും കൊണ്ടുവരലൊക്കെ ചെയ്യാറ്. സ്കൂട്ടി വീട്ടിലുള്ള ദിവസം സ്കൂട്ടിയമ്മ കൊണ്ടുപോകും. അഥവാ ഏട്ടൻ സ്കൂട്ടി കൊണ്ടുപോകണ ദിവസം ജോലിക്ക് വെച്ചിങ്ങനെ ഒന്നാലും നടന്ന് അല്ലെങ്കിൽ റിക്ഷയിൽ പോട്ടാ. നടന്ന് പോകാനുള്ള വഴിയുള്ളൂ സ്കൂളിലേക്ക്. പക്ഷേ വെയിലാണല്ലോ. അത് കാരണം ചുട്ടുപൊള്ളും സത്യത്തിൽ എത്തുമ്പോഴേക്കും. അത് കാരണം പറ്റുന്ന പോലെ എങ്ങനെയാ വെച്ചിങ്ങനെ പോവും, കൊണ്ടാക്കും, കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടാ.